ഇന്ത്യ കാണാൻ പോകുന്ന രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച മഹാരാഷ്ട്ര സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ പാർട്ടികൾ കരുക്കൾ നീക്കി തുടങ്ങി. മഹാരാഷ്ട്രയിൽ ആകെ 288 സീറ്റിലേക്കുള്ള സർവേ ഫലമാണ് ഇതിലൂടെ വിശകലനം ചെയ്യുന്നത്. ഓരോ പാർട്ടികളും വിജയത്തിന്റെ അവകാശവാദം ഉന്നയിക്കുന്നതിനാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തുവരുന്നത്. ഒപ്പം കൂറുമാറ്റ പരിപാടികളും ആരംഭിച്ചതായി മഹാരാഷ്ട്രയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരികയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മഹാരാഷ്ട്രയിലെ 288 അസംബ്ലി മണ്ഡലങ്ങളിൽ ഗ്രൗണ്ട് റിയാലിറ്റി ഡേറ്റയെ അടിസ്ഥാനമാക്കി സർവേ ഫലമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. NDA മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും അഭിമാന പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. 3 പ്രമുഖ മുഖങ്ങൾ ഉള്ളതിനാൽ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് സർവേ പറയുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏകനാഥ് ഷിൻഡെ, ഉദ്ധവ് താക്കർ എന്നിവരെ ആധാരമാക്കിയാണ് ഈ സർവേയിലൂടെ വിജയ പരാജയങ്ങൾ വിലയിരുത്തുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മഹാരാഷ്ട്രയിലെ 288 അസംബ്ലി മണ്ഡലത്തിലെ ആദ്യമായി വിലയിരുത്തുന്നത് നാഗ്പൂരിലെ 10 സീറ്റുകളെക്കുറിച്ചാണ്. ഇതിൽ NDA BJP സഖ്യത്തിന് 5 സീറ്റും ഇന്ത്യ മുന്നണി സഖ്യത്തിന് 5 സീറ്റും ലഭിക്കുമെന്ന് സർവേയിൽ വ്യക്തമാക്കുന്നു. 2019 BJPക്ക് 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. അടുത്തത് നാസിക് ജില്ലയിലെ 15 അസംബ്ലി മണ്ഡലത്തിൽ 8 സീറ്റ് NDA സഖ്യം വിജയിക്കുമെന്നാണ് സർവേ കണക്കാക്കുന്നത്. 7 സീറ്റ് ഇന്ത്യക്കും ലഭിക്കും. 2019 ഇവിടെ UDFന് വിജയമുണ്ടായിരുന്നു. അടുത്തതായി മുംബൈ സദർബി 26 സീറ്റിനെ കുറിച്ച് പറയാം. NDA 10 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 14 സീറ്റും ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് 2 സീറ്റ് വീതം ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. അടുത്ത സർവേ പോകുന്നത് മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്കൽ സിറ്റിയായ മുംബൈ. 10 അസംബ്ലി മണ്ഡലമുള്ള മുംബൈയിൽ കടുത്ത മത്സരമാണ് അരങ്ങേറുക. ഇവിടെ 4 സീറ്റ് NDAക്ക് ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. 6 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. മറ്റുള്ളവർക്ക് സീറ്റുകളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. റായ്ഗഡ് ജില്ലയിൽ 7 മണ്ഡലങ്ങളിൽ ഒപ്പീനിയൻ സർവേ പ്രകാരം 3 സീറ്റ് NDAക്കും 4 സീറ്റ് ഇന്ത്യക്കും ലഭിക്കും. അടുത്തതായി 8 അസംബ്ലി മണ്ഡലമുള്ള സത്താറ. ഇതിൽ 3 സീറ്റ് NDAക്കും 5 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. മറ്റുള്ളവർക്ക് സീറ്റൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. 6 സീറ്റുള്ള രത്നഗിരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 2 സീറ്റ് NDAക്കും 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിച്ചേക്കാം. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് അസംബ്ലി മണ്ഡലത്തിൽ ആകെയുള്ള 4 സീറ്റിൽ 3 സീറ്റ് NDAക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. അടുത്തതായി വാദയിലെ 4 സീറ്റുകളിൽ 2 സീറ്റ് NDAക്കും 2 സീറ്റ് ഇന്ത്യക്കും ലഭിക്കും. 8 സീറ്റുള്ള യവാത്മാൽ മണ്ഡലത്തിൽ കൂടുതൽ മണ്ഡലങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളതാണ്. സർവേ പ്രകാരം പരമാവധി NDAക്ക് കിട്ടാവുന്ന സീറ്റ് 2ഉം ഇന്ത്യ സഖ്യത്തിന് 6 സീറ്റും ലഭിക്കും. അടുത്തതായി അഹമ്മദ് നഗർ അസംബ്ലി മണ്ഡലത്തിൽ 12 സീറ്റുകളിൽ 4 സീറ്റ് NDAക്കും 8 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേയിൽ വ്യക്തമാവുന്നു. ഇവിടെയും 2019 തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 120 സീറ്റുകളുടെ കണക്ക് പ്രകാരം 45 മുതൽ 50 സീറ്റ് വരെ NDA സഖ്യത്തിനും 60 മുതൽ 63 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും സർവേ കണക്കാക്കുന്നു. ഇതിൽ 1 മുതൽ 3 വരെ മറ്റു പാർട്ടിക്കാർക്കും സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ കണ്ടെത്തി. പർബാണി അസംബ്ലി മണ്ഡലങ്ങളിൽ ആകെ സീറ്റ് 4. 2 സീറ്റ് NDAക്കും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. അടുത്തതായി പൂനെയിലെ 21 അസംബ്ലി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ മുന്നേറ്റമുള്ള മണ്ഡലങ്ങളാണ്. സർവേ പ്രകാരം NDAക്ക് ഇവിടെ 9 സീറ്റുകൾ ലഭിക്കുമെന്നും 12 ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. അടുത്തതായി പാൽഘർ ജില്ലയിലെ 6 മണ്ഡലത്തെക്കുറിച്ച് സർവേയിൽ പറയുന്നത് 2 സീറ്റ് NDAക്കും 4 സീറ്റ് ഇന്ത്യക്കും ലഭിക്കുമെന്നാണ്. 4 മണ്ഡലങ്ങളുള്ള നന്ദുർബാർ 2 സീറ്റ് NDAക്കും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. അടുത്തതായി ലാത്തൂർ 6 സീറ്റ് അടങ്ങിയിരിക്കുന്ന ലാത്തൂർ മണ്ഡലത്തിൽ 2 സീറ്റ് NDAക്കും 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. കോലാംപൂർ 10 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 4 സീറ്റ് NDAക്കും 6 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. മഹാരാഷ്ട്രയിലെ ജലാനിയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ 3 സീറ്റ് NDAക്കും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് കണ്ടെത്തുന്നു. ഹിങ്കോളി ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലത്തിൽ 2 സീറ്റ് NDAക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേയിൽ കണ്ടെത്താൻ കഴിയുന്നു. ജൽഗാവ് ജില്ലയിൽ സർവേയിൽ അടിസ്ഥാനമാക്കി 11 മണ്ഡലങ്ങളിൽ 4 സീറ്റ് NDAക്കും 7 സീറ്റ് ഇന്ത്യ മുന്നണിയും ലഭിക്കുമെന്ന് കണ്ടെത്തുന്നു. ഗഡ്ചൌലി ജില്ലയിലെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് NDAക്കും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ കാണിക്കുന്നു. ഗോണ്ടിയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പുറത്തുവരുന്ന കണക്ക് പ്രകാരം 4 സീറ്റുകളിൽ 2 സീറ്റ് NDAക്കും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. ഇതുവരെ കാണിക്കുന്ന സർവേ പ്രകാരം 78 സീറ്റ് NDA മുന്നണിക്കും 107 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 2 സീറ്റ് മറ്റുള്ളവർക്കും ലഭിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. കഴുകി അസംബ്ലി മണ്ഡലത്തിൽ 5 സീറ്റിൽ 3 സീറ്റ് NDAക്കും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. ചന്ദ്രപൂരു 6 അസംബ്ലി മണ്ഡലത്തിൽ 2 സീറ്റ് NDAക്കും 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുന്നു. ബുൾധാനയിൽ 7 സീറ്റ് 2 സീറ്റ് NDAക്കും 5 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. ബണ്ഡാരയിൽ ആകെ 3 സീറ്റുണ്ട്. അതിൽ 2 സീറ്റ് NDAക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. അടുത്തതായി കൊന്ത 6 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സർവേ പ്രകാരം 3 സീറ്റ് NDAക്കും 3 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. അമരാവതിയിലെ 8 അസംബ്ലി
തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടക്കുകയാണെന്ന് സർവേ പറയുന്നു. 3 സീറ്റ് NDAക്കും 5 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. 5 സീറ്റുള്ള ആഗോള അസംബ്ലി മണ്ഡലത്തിൽ 2 സീറ്റ് NDAക്കും 3 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. സോളാപൂരിലെ 8 മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് NDA കാഴ്ചവെക്കും. 4 സീറ്റ് NDAക്കും 3 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. 15 സീറ്റുള്ള ഔറംഗാബാദ് ജില്ലയിൽ 7 സീറ്റ് NDAക്കും 8 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും. വാശിയേറിയ പോരാട്ടമാണ് വാശി മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. 8 സീറ്റ് 4 സീറ്റ് NDAക്കും 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ധാന 14 അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് NDAക്ക് 6 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. 2019 10 സീറ്റ് കോൺഗ്രസ് സഖ്യം തൂത്തുവാരിയിരുന്നു. സാംഗ്ലി 5 മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സർവേ പ്രകാരം 2 സീറ്റ് NDAക്കും 3 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. ഒസ്മാനാബാദിലെ ആകെയുള്ള 2 സീറ്റുകളിലെ വിജയം NDA നേടുമെന്ന് സർവേ പറയുന്നു. നന്ദേഡ് 4 അസംബ്ലി മണ്ഡലത്തിൽ ഇരു പാർട്ടികളും 2 വീതം സീറ്റുകൾ കരസ്ഥമാക്കുന്നു സർവേ പറയുന്നു. അതിശക്തമായ മത്സരമാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത്. ഇരു പാർട്ടികളും ഏകദേശം തുല്യ ശക്തിയായി മാറാൻ കഴിയുമെന്നാണ് പറയുന്നത്. 3 മുതൽ 7 സീറ്റ് വരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിക്കാൻ കഴിയുമെന്നാണ് സർവേ പറയുന്നത്. ഇനിയും സീറ്റുകൾ മാറിമറിഞ്ഞേക്കാം. ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നവർ അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്ന് സർവേ പറയുന്നു. വീണ്ടും പുതിയ സർവേയുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം.